പക്ഷേ ഈ സവിശേഷ സാഹചര്യത്തിൽ മോദി ചൈനയിലേക്ക് പോകുന്നു. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത്. വരുന്ന 31-ാം തീയതി മോദി ചൈനയിലുണ്ടാകും. പുടിനും വരുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്നാണ് വാർത്തകൾ. മോദി പോകുന്ന വഴിക്ക് 30-ാം തീയതി ജപ്പാനിലും ഒന്ന് കയറിയിട്ടാണ് അങ്ങോട്ട് പോവുക. ജപ്പാൻ നമ്മൾ പറയുന്നത് പോലെ നാറ്റോയുടെ ഒരു സഖ്യരാഷ്ട്രം കൂടിയാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു സംഗതി അതിൽ മണക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ളൊരു സഖ്യരൂപീകരണം നടക്കുന്നു എന്ന് വേണ്ടേ വായിച്ചെടുക്കാൻ? തീർച്ചയായിട്ടും അത് ആവശ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ലോകത്തിൻ്റെ ഒരു ചിത്രം. അത് മോദി മുൻകൈ എടുത്താലേ കുറെ കൂടി സ്വീകാര്യത കൂടുകയും ചെയ്യും. കാരണം എല്ലാ വിഭാഗം രാജ്യങ്ങൾക്കും അമേരിക്കയോട് ഇപ്പോൾ ലോകത്തിലെ രണ്ട് ചേരിക്കും സ്വീകാര്യമായ ഒരു തലം പണ്ടേ ഉണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക നേതൃത്വം നൽകിയ മുതലാളിത്ത ചേരി എന്ന് പണ്ട് വിളിച്ചിരുന്ന, ഇപ്പോൾ ഏതാണ് മുതലാളിത്തം ഏതാണ് സോഷ്യലിസം എന്നൊന്നും ഇപ്പോൾ വ്യത്യാസം വന്നിട്ടില്ല. ഈ വ്യത്യാസം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അമേരിക്കൻ ചേരി ഒരു ഭാഗത്ത്, അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ്റെ ചേരിയുമായിരുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് അത് ഇല്ലാതായത്. ഒന്ന്, അമേരിക്ക ദുർബലമായതോടെ അമേരിക്കൻ ചേരിയും അമേരിക്കൻ കോളനി രാജ്യങ്ങളുടെ എണ്ണം, അമേരിക്കൻ കോളനികൾ ഇല്ലാതായി. ഏറെക്കുറെ അമേരിക്കൻ കോളനി രാജ്യങ്ങൾ എന്ന് വിളിക്കാൻ ഇപ്പോൾ നാമമാത്രമായതേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്കൻ ചേരി ഇല്ലാതായി. അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ തന്നെ തകർന്നു. അത് ഒട്ടേറെ രാജ്യങ്ങളായി ചിതറിത്തെറിച്ചു പോയി. മാത്രമല്ല ഒരു സോഷ്യലിസ്റ്റ് ചേരി എന്ന് പറയാൻ ഇപ്പോൾ ലോകത്തിലെ ചില ദുർബല രാജ്യങ്ങളേ ഉള്ളൂ. നമ്മൾ അതുപോലും ഇപ്പോൾ ആ സ്വഭാവം നിലനിർത്താൻ പാടുപെടുകയാണ്. നമ്മളിപ്പോൾ വെനിസുല ആയാലും ക്യൂബ ആയാലും വിയറ്റ്നാം ആയാലും ഒക്കെ തന്നെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ രണ്ട് ചേരികളില്ലാതെ ഉണ്ടായിരുന്ന ശക്തമായ രണ്ട് ചേരികൾ ഉള്ള കാലത്തും ഇന്ത്യക്കൊരു സേ ഉണ്ട് ഇതിൻ്റെ മീതെ. കാരണം ഇന്ത്യ ഈ ചേരിയിൽ നിൽക്കുമ്പോഴും രണ്ടു കൂട്ടരോടും സമാധാനത്തോടെ നിന്നു. എന്നാൽ അപ്പോഴും അമേരിക്കയെ കാരണം അമേരിക്ക ഒരു ലോക പോലീസ് എന്ന നിലയിൽ അമേരിക്കയെ അടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു എല്ലാ കാലത്തും. അത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം തൊട്ട് തന്നെ. ഇത്തിരി അടുത്ത് നിൽക്കേണ്ടി വന്നാൽ, സഹായം തേടേണ്ടി വന്നാൽ അത് സോവിയറ്റ് ചേരിയാണ് നല്ലത് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ രണ്ട് ചേരിയും ഇല്ലാതായി. ഇപ്പോൾ പഴയ ഈ ആനപ്പുറത്തിരുന്നവൻ്റെ തഴമ്പ് മാത്രമേ ഇപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൂ. പക്ഷെ അപ്പോഴും അവർ ആ പ്രതാപം വിട്ട് കളിയില്ല. അവർ വലിയ തോതിൽ ഈ ഒരു അടിമത്ത മനോഭാവം, ഫ്യൂഡൽ മനോഭാവമൊക്കെ ലോകരാജ്യങ്ങളോട് കാണിക്കുന്നുണ്ട്. ഒരു കോളനി തമ്പുരാൻ്റെ മുഖമാണ് ട്രംപിന് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് മാത്രമല്ല സമ്പദ്ഘടനയിൽ വലിയ മാറ്റം വന്നു. ഈ മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നവരൊന്നും മുതലാളിമാരല്ലാതായി. ആ രാജ്യങ്ങളിൽ വ്യാപകമായ ദാരിദ്ര്യവും നാണയപ്പെരുപ്പം, ഈ പറഞ്ഞ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളുടെ, മൂന്നാം ലോകരാജ്യങ്ങളുടെ സകല ലക്ഷണങ്ങളും സമ്പദ്ഘടനയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണകൂടത്തിനെതിരായ വലിയ കലാപങ്ങൾ തുടങ്ങി. അതുകൊണ്ട് ഈ ശാക്തിക ചേരികൾ ദുർബലമായി എന്നുള്ളതാണ് ഒരു ഘടകം. മറുഭാഗത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പേര് വിളിച്ചിരുന്ന പഴയ രാജ്യങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ നഷ്ടപ്പെട്ട് ഇല്ലാതായി. അതേസമയത്ത് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ മുതലാളിത്ത ലക്ഷണത്തോടെ ശക്തിപ്പെട്ടു. മുതലാളിത്ത സമ്പദ്ഘടനയോടുകൂടി ചൈന ശക്തിപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാമത്തെ ചേരി എന്നോ ഒപ്പം സമാന്തരമായി ഈ രണ്ട് ചേരികൾക്കും മധ്യേ 3ഉം 4ഉം ചേരികളെന്നൊക്കെ വിളിക്കാവുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ഭാഗത്ത് വന്നു. അപ്പോൾ ഈ അപ്പുറത്ത് ഈ OICC ഓയിൽ രാജ്യങ്ങളുണ്ടല്ലോ, എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ, എണ്ണ കയറ്റുമതി അയക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അപ്പുറത്ത് വന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ലോകക്രമം വന്നിട്ടുണ്ട്. ചെതറിക്കിടക്കുന്നതാണത്. ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് ആ ചെതറിക്കിടക്കുന്ന കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട്. അതായത് ഈ ഡോളറിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടായ്മ, അതിന് ബദലായിട്ടുള്ളവരുടെ കൂട്ടായ്മ. അങ്ങനെ ഒരു പേര് വിളിക്കാൻ എളുപ്പമുണ്ട്. കാരണം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കറൻസി ഉണ്ടല്ലോ, അച്ചടിച്ച കറൻസികളെ ലോകം ഏതാണ്ട് നിഷേധിക്കുകയാണ്. ലോകം ഏതാണ്ട് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നു. ഈ കോയിൻലെസ് അല്ലെങ്കിൽ കറൻസിലെസ് ലോകം നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പാരിസ്ഥിതികമായി നമ്മൾ പേപ്പർലെസ് വേൾഡ്, കടലാസില്ലാത്ത, പ്രിൻ്റ് ഔട്ട് ഇല്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുന്നത് പോലെ തന്നെയാണ് സമ്പദ്ഘടനയിൽ. പക്ഷേ അമേരിക്ക ഇത് സമ്മതിച്ചു തരുന്നില്ലല്ലോ. ട്രംപിൻ്റെ വിശ്വാസം ഈ ഡോളറാണ് ലോകത്തെ സമ്പദ്ഘടനയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഡോളറിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അംഗീകരിച്ചു തരില്ല. ഇപ്പോൾ ഇന്ത്യക്കെതിരെയൊക്കെയുള്ള കൃത്യമായ നിലപാടെടുക്കുന്നതിൻ്റെ കാരണം ഇന്ത്യ പ്രാദേശികമായി ഇപ്പോൾ ചൈനയോ അതേപോലുള്ള സമീപ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഇടപാട് നടത്തുന്നത് അവരുടെ സ്വന്തം കറൻസിയിലാണ്. ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അതാണെന്നേ ഈ ഭൂമിയിൽ ഏറ്റവും ഒടുവിൽ ഈ ബോധം വരുന്ന ഒരാളായി ഇപ്പോൾ ട്രംപ് മാറുകയാണ്.
അമേരിക്ക ആ കാര്യത്തിലൊക്കെ വളരെ ഫോർവേഡാണ്. അമേരിക്കൻ സമൂഹം വളരെ ജനാധിപത്യ രീതിയിൽ വരുന്നുണ്ട്. അമേരിക്കൻ കോടതികൾ മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപ് പുറത്താക്കിയ ഒരു സർവകലാശാല അധ്യാപകനെ കോടതി തിരിച്ച് ജോലിക്ക് പോകാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോടതികൾക്കും അമേരിക്കൻ ജനാധിപത്യവാദികൾക്കും അമേരിക്കയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്കും അമേരിക്കൻ ജനതയ്ക്ക് പൊതുവേയും സിവിൽ സമൂഹത്തിന് പൊതുവേയും ഒക്കെ കുറെ കൂടി ജനാധിപത്യ ബോധം വന്നിട്ടുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ലോകത്തേക്കാൾ കൂടുതൽ ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കുകയും ലോകത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പീഡനങ്ങൾക്ക് വിധേയമായ മനുഷ്യർക്ക് മുഴുവൻ അഭയം കൊടുക്കുകയും ചെയ്യുന്നൊരു നാടായിരുന്നു അമേരിക്ക. ആ സൽപ്പേരുണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. പക്ഷേ അത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ അമേരിക്ക സ്വന്തം പൗരന്മാരെയും അമേരിക്കയിലേക്ക് പുറത്തുനിന്ന് വരുന്നവരെയും ഒക്കെ ഒരുപോലെ ഉപദ്രവിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തി വലിയ മതിലൊക്കെ കിട്ടുന്നുണ്ട്. അതെ, അതിർത്തിയിൽ അല്പാലം അവസാനം മതിൽ മാത്രം ഉണ്ടാവും. അതാണ് സ്ഥിതി. ഇപ്പോൾ മെക്സിക്കോക്കാർ പോലും അമേരിക്കയെ വെറുക്കാൻ തുടങ്ങിയില്ലേ? എത്ര മനോഹരമായിരുന്നു ആ ബന്ധം എന്നാലോചിച്ച് നോക്കും, മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് തിരിച്ചറിയുന്നത് ട്രംപ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ മോദിയുടെ യാത്രയിൽ പുട്ടിനെ കാണുന്നു, ജപ്പാനെ കാണുന്നു, ഇതെല്ലാം കൂടി ചേർന്ന് ഷാങ്ഹായ് കൗൺസിലിൽ ഒരു കോപ്പറേഷൻ, അതിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ ഒരു പുതിയ സമാധാന ഉടമ്പടിക്ക് പ്രത്യേകിച്ച് ജപ്പാൻ അമേരിക്കയെ മടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു മാതൃകയാണ് ജപ്പാൻ്റേത്. ഇന്നലെയൊക്കെ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ഓർക്കുന്ന ഒരു ദിവസമാണ്, നാളെയൊക്കെ ആയിട്ട് 6-9 അല്ലേ? ഓർക്കേണ്ട ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ അമേരിക്ക അതിൻ്റെ യുദ്ധവെറി കൊണ്ട് തോറ്റു കഴിഞ്ഞ ഒരു ജപ്പാൻ്റെ മേലാണ് കൊണ്ടുപോയി ബോംബിട്ടത്. തോറ്റു കഴിഞ്ഞതാണ്, അവർ ആയുധം വെച്ച് കീഴടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരിക്കൽ പോലും ആ രാജ്യം പൊങ്ങി വരരുത്, ഒരിക്കൽ പോലും എന്നേക്കുമായി ആ രാജ്യത്തെ, ആ കൊച്ചു രാജ്യത്തെ ചാരമാക്കാൻ തീരുമാനിച്ചതാണല്ലോ ഈ ഹിരോഷിമ നാഗസാക്കി. എന്നിട്ട് ആ രാജ്യം എന്താ ചെയ്തത്? അവർ പകയും പ്രതികാരവും മറന്നു. ലോകത്തിൽ അമേരിക്കയുടെ സഹായം ആവശ്യമുള്ള സമയത്ത് അമേരിക്കയുമായി വലിയ വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കി. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് വലിയ ശക്തിയായി ജപ്പാൻ വളർന്നു, സമ്പദ് ശക്തിയായിട്ട്. ഇന്നിപ്പോൾ അവർക്ക് പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത, ആലോചിച്ച് നോക്കൂ, ലോകത്തിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടാവില്ല. ആരോട് പകയില്ലെങ്കിലും ജപ്പാന് അമേരിക്കയോട് പക വേണ്ടേ? അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ മഹത്തായ മാതൃകയാണ്. അവർക്ക് ഒരു ബുദ്ധ മാതൃകയുണ്ട്. ബുദ്ധനാണ് അവരുടെ ഒരു വെളിച്ചം. ജപ്പാന് അങ്ങനെ മാതൃകയുണ്ട്. പ്രകൃതിയാണ് അവരുടെ ദേവി ഇപ്പോഴും. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാറ് നിർമ്മിച്ച് വിൽക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന അവരാകുന്നത്. അതുകൊണ്ടാണ് ട്രാഫിക് ജാം ഇല്ലാത്ത രാജ്യമാകുന്നത്. ജപ്പാൻ നല്ല മാതൃക. അപ്പോൾ ഞാൻ പറയുന്നത്, ജപ്പാന് പോലും ഇനി അമേരിക്ക വേണ്ട എന്ന് തീരുമാനിച്ചുവെങ്കിൽ അമേരിക്കയെ ലോകം സൈഡാക്കിയിരിക്കുന്നു. ലോക പോലീസായി ചമഞ്ഞിട്ട് എല്ലാവരെയും കയറി മേക്കിട്ട് കയറിയിരുന്ന അമേരിക്കയെ ലോകത്തിന് വേണ്ട എന്ന് തിരിച്ചറിയാത്ത അവസാനത്തെ ആൾ ആയിരിക്കും ട്രംപ്. അതുകൊണ്ട് ഇപ്പോൾ ജപ്പാനും നല്ല സൂചനയാണത്. ജപ്പാനും ഇപ്പോൾ പുട്ടിനോടൊക്കെ ആലോചിച്ച് നോക്കുക, അമേരിക്ക ഏതെല്ലാം തരത്തിലാണ് അവിടെ പോയി ബാർഗെയിൻ ചെയ്ത് നോക്കിയത്. അതായത് അമേരിക്കയുടെ കയ്യിലുള്ളത് ആകെയുള്ളത് കച്ചവടമാണ്, കയറ്റുമതി ഇറക്കുമതി, അതിൻ്റെ തീരുവ കൂട്ടുക. എന്നിട്ട് എന്തിന്? ഈ വെടി നിർത്താൻ അതല്ലല്ലോ വേണ്ടത്, സമാധാനത്തിൻ്റെ ഭാഷയല്ലേ പ്രയോഗിക്കേണ്ടത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വെടി നിർത്താൻ വേണ്ടി പറയുന്നത്, നീ വെടി നിർത്തിയില്ലെങ്കിൽ നിൻ്റെ കച്ചവടം ഞാൻ മുട്ടിക്കും എന്ന് പറയുന്ന ഒരു ലോകജന്മിയുടെ ഇടപാടാണ് നമ്മൾ പറയില്ലേ അപ്പോൾ ആ അവസ്ഥ അമേരിക്ക തിരിച്ചറിയാൻ പോകുന്നു. ഒരുപക്ഷെ ഈ ഷാങ്ഹായിലെ കോൺഫറൻസ് സമ്മിറ്റ് അതൊരു സഹകരണ സമ്മിറ്റ് തന്നെയാണ്. അത് ലോകത്തിന് പുതിയ വെളിച്ചം നൽകും. അമേരിക്കയ്ക്ക് പുതിയ ഒരു തിരിച്ചറിവും അത് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും.